എൻ്റെ ഗുണ്ടു ക്യാമറ കണ്ട അനങ്ങൂല. പിന്നെ അവളെ ഇനി കണ്ട അമ്മ അവിടെ കിടന്നോട്ട് കുഴപ്പമില്ല, കൂട്ടുണ്ട്. എന്നാലും അവിടെ കിടന്നോട്ട് എന്നെ ഇനി അഴിച്ചു വിട്ടോളെ. ആമിക്ക് കൂട്ടുകേടാ അവിടെ, നിന്നെ അഴിക്കണില്ല. കുറച്ചു നേരം ആമിക്ക് അവിടെ കൂട്ടുകേടാ. അവളെ കെട്ടിയിട്ടിട്ട് നിന്നെ ഇഞ്ഞു കൊണ്ടുവരാനാ? കൊള്ളാല്ല. പിന്നെ നിന്നെ അഴിച്ചു വിട്ടാ നീ നേരെ ആമിയെ കടിക്കാൻ പോവും. ഓ എന്താടാ ഇതാടാ നിന്റെ അമ്മയല്ലേടാ കൂട്ടിന് നടക്കണത് തന്നെ? ഇതാ നിന്റെ അമ്മ തന്നെയത്. അവിടെ ഇരി, അമ്മയെ നോക്കി അങ്ങോട്ട് കളിച്ചും പറക്കിയിരി കേട്ടാ. നീ ചിരിച്ചോ ഒന്നും കാണിച്ചു തരണ്ട, ഇരുന്നും കാണിച്ചു തരണ്ട. നീ എന്നെ പൂശയും വേണ്ട. അമ്മയ്ക്ക് കൂട്ടിന് നീ ഇവിടെ ഇരുന്നാ മതി. അങ്ങനെ വീട്ടിൽ കയറി വന്നിട്ട് ആമി ഒറ്റയ്ക്കാക്കി ഇരുത്തണ്ട കേട്ടാ. കേട്ടോടോ കേട്ടോടോ കേട്ടാടാ. എടാ കേട്ടാന്ന്. എവിടെ കിടന്നോ? കിടയടാ. എടാ കിടയടാ. എടാ കിടയടാ. അവിടെ എവിടെയെങ്കിലും കിടയടാ. ഇനി എന്നെ വിളിക്കുവോ കിടന്ന്? അമ്മ താണ്ട് സുന്ദരിയായിട്ട് അവള് വിളിക്കണില്ലല്ല, വീട് മാറിയിട്ട് പോലും. ഞാൻ അഴിക്കൊന്നുമില്ല. മിണ്ടാ അവിടെ ഇരുന്നോണം. അവള് കണ്ട ചിരിച്ചോണ്ടിരിക്കുന്നു. നിനക്കാണ് കുണ്ടണി, നിനക്ക് അവളെ ചെന്ന് കടിക്കണം. പിന്നെ പിന്നെ അവിടെ ഇരി, അവിടെ കുറച്ച് നേരം ഇരി. ഓ ഓ ഓ ഓ ഓ ഓ എൻ്റെ അമ്മ ഇന്ന് വീട്ടിലില്ല, ഒരു കല്യാണത്തിന് പോയി. അപ്പം ഞാൻ ആമി ഇഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ആമി ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, മതിലി ചാട്ടക്കാരിയാണ്. ഇനി ഗുണ്ടൂൻ്റെ കാര്യമാണെങ്കിലോ പറയും വേണ്ട. ആമിയെ കണ്ട ഉടനെ കടിച്ചു പറിക്കും. ഓ ഓ എന്നോട് പരാതി പറയണത്. ഓ പിന്നെ അങ്ങനെ. അയ്യോ, അപ്പം ഞാൻ പിന്നെ രാത്രി ചെന്ന് വിളിച്ചോണ്ട് വന്നു. അവിടെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തണേന്ന് വിചാരിച്ചു. സഹോദരൻ വരും, അവന് ലേറ്റാവും. അതുവരെ പിന്നെ ഇവിടെ കിടക്കട്ടല്ലേ. ഏടാ, പിന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ അവള് ഭയങ്കര മതിൽ ചാട്ടമാണ്. വന്നൊരു പ്രാവശ്യം ചാടിപ്പോയി, എങ്കിലും പിന്നെ ഗുണ്ടൂനെ പോലെ തിരിച്ചു വരാതെ അതങ്ങനെ ഇരിക്കൂല. ഓ പിന്നെ 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 നീ എങ്ങൊന്നും പറയണ്ട, അങ്ങനെ പിന്നെ ഒന്നും പറയണ്ട.